ശരി, ബാ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം അലോട്രോപ്സ് ഓഫ് ഫോസ്ഫറസ് എന്ന് വരാം. ഈ ഗ്രൂപ്പിൽ അലോട്രോപ്പ് കാണിക്കാത്ത ഒരാളുണ്ടല്ലോ, നൈട്രജൻ. ഓക്കെ, ഗുഡ്. Then phosphorus is found in many allotropic form, important being white, red, black. ആദ്യം white phosphorus. It is a translucent white waxy solid. ലൈറ്റ് കടത്തി വിടുന്നത് ട്രാൻസ്പാരൻറ്റ്. ഓയിൽ പേപ്പർ കണ്ടിട്ടുണ്ടല്ലോ? ഓയിൽ പേപ്പറിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് അപ്പുറം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നില്ല, അല്ലേ? അപ്പോൾ ലൈറ്റിനെ കടത്തി വിടും, പക്ഷെ പക്ഷെ കാണാൻ പറ്റത്തില്ല. അതാണ് ട്രാൻസ്ലൂസൻറ്റ്. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് ട്രാൻസ്ലൂസൻ്റ് ആണ്, വൈറ്റ് ആണ്, വാക്സ് പോലത്തെ സോളിഡാണ്. ഇറ്റ് ഈസ് പോയ്സണസ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇൻസോലബിൾ ഇൻ വാട്ടർ ബട്ട് സോലബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. അതൊക്കെ ആവശ്യം വരും കേട്ടോ. ആൻഡ് ഗ്ലോസ് ഇൻ ഡാർക്ക്. പണ്ട് ആൾക്കാർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിച്ചിടും. കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുറേ ബോഡി പാർട്ടെല്ലാം ഡീക്കേ ചെയ്ത് പോയിട്ട് എല്ലും പല്ലും ഒക്കെ ബാക്കിയാവും. അതിനകത്ത് വൈറ്റ് ഫോസ്ഫറസ് ഉണ്ട്. വൈറ്റ് ഫോസ്ഫറസ് എയറിൽ ബേൺ ചെയ്യും. ബേൺ ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് വരും. ഇപ്പോൾ സെമിത്തേരിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിച്ചിട്ടതിൻ്റെ മേളിൽ രാത്രി സമയത്ത് അതിൻ്റെ മേളിലൊരു വെളുത്ത പ്രകാശം കാണാം. അത് വൈറ്റ് ഫോസ്ഫറസ് ഗ്ലോ ചെയ്തതാണ്. ഗ്ലോസ് ഇൻ ഡാർക്ക്. അതിനെ കെമി ലൂമിനസെൻസ് എന്ന് വിളിക്കും. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്താൽ കെമി ലൂമിനസെൻസ്. It dissolves in boiling NaOH solution in inert atmosphere, giving phosphine. Very important. P4 plus NaOH plus 3H2, PS3 plus 3NaH2PO2. ഈ റിയാക്ഷൻ പ്രത്യേകതയുണ്ട്. ഈ റിയാക്ഷൻ ഡിസ്പ്രപ്പോർഷനേഷൻ എക്സാമ്പിൾ ആണ്. P4 ഓക്സിഡേഷൻ നമ്പർ 0. PH3 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -3. 3 ഹൈഡ്രജൻ പ്ലസ് 3, അപ്പോൾ ഇയാൾക്ക് -3. NaH2PO2 അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ NaH2PO2 +1 വരും. അപ്പോൾ +1 ആണ് ഫോസ്ഫറസ്. അപ്പം 0യിൽ നിന്ന് -3 ആയി കുറഞ്ഞു, +1 ആയിട്ട് കൂടി. സോ നോ ഡൗട്ട് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സോ ദാറ്റ് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ. ക്ലിയർ? വൈറ്റ് ഫോസ്ഫറസിൻ്റെ ഫിഗർ അവിടെ വരച്ചിട്ടുണ്ട്, കണ്ട? P4 ഇങ്ങനെ നിൽക്കും. ആംഗിൾ കാണിച്ചിട്ടുണ്ട്. എത്രയുടെ ആംഗിൾ? 60. P ആംഗിൾ 60 ഡിഗ്രിയാണ്. ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും അത്. അകന്നിരുന്നാലാണ് സ്ട്രെയിൻ കുറവ്, അടുത്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ കൂടും. ഓക്കെ. സോ വൈറ്റ് ഫോസ്ഫറസ് ഈസ് ലെസ് സ്റ്റേബിൾ. റീസൺ മനസ്സിലായല്ലോ? ആൻഡ് ദെയർഫോർ മോർ റിയാക്റ്റീവ് ദാൻ other solid phases under normal condition because of angular strain in the P4 molecule. എഴുതിയിട്ടുണ്ട്. Where the angles are only 60 degree. It readily catches fire in air to give dense white fumes of P4O10. അപ്പോൾ ആ സെമിത്തേരി കണ്ട dense white fumes P4O10 ആയിരുന്നു. It consists of discrete tetrahedral P4 molecule. ടെട്രാഹെഡ്രൽ ഷേപ്പുള്ള P4 molecules ആയിട്ടാണ് തിരിക്കുന്നത്. ഓക്കെ. വൈറ്റ് ഫോസ്ഫറസ് പോയ്സണസ് ആണോ? ഇറ്റ് ഈസ് പോയ്സണസ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? വാട്ടർ സോല്യൂബിൾ ഓർ ഇൻസോല്യൂബിൾ? ഇൻസോല്യൂബിൾ. സോല്യൂബിൾ ഇൻ വിച്ച് സോൾവെന്റ്? സൾഫൈഡ്. ആംഗിൾ എത്ര? 60. ലെസ് സ്റ്റേബിളാ മോർ സ്റ്റേബിളാ? മോർ റിയാക്റ്റീവാ ലെസ് റിയാക്റ്റീവാ? മോർ. ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്രപ്പോർഷനേഷൻ വഴി എന്തൊക്കെ കിട്ടും? ഫോസ്ഫൈനും H2PO2 മൈനസ്. NaOH ആണെങ്കിൽ NaH2PO2. മറ്റത്
അതിന് H2PO2 മൈനസ് എന്ന് ഞാൻ ജനറൽ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത് എയറിൽ ബേൺ ചെയ്യും, എന്നിട്ട് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാക്കും. ആരുടെ? P4O10. അടുത്ത റെഡ് ഫോസ്ഫറസ്. ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 573 കെൽവിൻ ചൂടാക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. When red phosphorus is heated under high pressure, a series of phases of black phosphorus is formed. അപ്പോൾ നോക്കണേ, വൈറ്റ് ഫോസ്ഫറസ് ഹീറ്റ് ചെയ്താൽ എന്ത് കിട്ടൂടാ? റെഡ് കിട്ടും. റെഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കിട്ടാം. റെഡ് ഫോസ്ഫറസ് പ്രോസസ് അയൺ ഗ്രേ ലസ്റ്റർ പഠിക്കണം. മറ്റേത് വൈറ്റ് വാക്സി സോളിഡ് ആണ്, ട്രാൻസ്ലൂസൻറ്റ്. ഇതിനാണെങ്കിൽ അയൺ ഗ്രേ ലസ്റ്റർ. ഇരുമ്പിനെ പോലെ ഇരുമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേ കളർ കാണും. എവിടെയെങ്കിലും കമ്പിയൊക്കെ എന്താണ് വാർക്കാനൊക്കെ കമ്പിയെ കൊണ്ടിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ മുറിച്ചതിന് ശേഷം ഒരു ഗ്രേ കളർ അതിൻ്റെ ഉള്ളിൽ കാണും, നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇറ്റ് ഈസ് ഓർഡർലെസ്, സ്മെല്ലില്ല, നോൺ പോയിസണസ് ആണ്. അപ്പോൾ ആരായിരുന്നു പോയിസണസ്? റെഡ് ഫോസ്ഫറസ് നോൺ പോയിസണസ്. ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അതൊക്കെ സ്ട്രെസ് ചെയ്യണത്. അതുപോലെ ഇൻസോലുബിൾ ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ഓക്കെ, so how will you distinguish between white phosphorus and red phosphorus എന്ന് ചോദിക്കുന്നു. ഒന്ന് കാർബൺ ഡൈസൾഫൈഡ്. യെസ്, കാർബൺ ഡൈസൾഫൈഡ്. രണ്ടിനെയും കാർബൺ ഡൈസൾഫൈഡ് ഇടുക. ഡിസോൾവ് ആയത്, ഡിസോൾവ് ആവാത്തത് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഞാൻ ഓർത്തത്. നോൺ പോയിസണസ് ആണ്. Insoluble in water as well as in carbon disulfide. Chemically, red phosphorus is much less reactive than white phosphorus. കാരണം സ്ട്രെയിൻ കുറവാണ്. ഒരു ബോണ്ട് അങ്ങോട്ട് പൊട്ടിയിട്ട് അവർ ജോയിൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഒരു പ്ലെയിനാർ സ്ട്രക്ചർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ പോളിമറിക്കാണ് P4 ടെട്രാഹൈഡ്രൽ ജോയിൻ ചെയ്തിരിപ്പുണ്ട്. അത് ബ്ലാക്ക് ഫോസ്ഫറസ്. അതിന് രണ്ട് ടൈപ്പ് ഉണ്ട്, ആൽഫ ബ്ലാക്കും ബീറ്റ ബ്ലാക്കും. ആൽഫ ബ്ലാക്ക് ഫോംഡ് വെൻ റെഡ് ഫോസ്ഫറസ് ഈസ് ഹീറ്റഡ് ഇൻ സീൽഡ് ട്യൂബ് അറ്റ് 803 Kelvin. It can be sublimed in air and has opaque monoclinic or rhombohedral crystals. ഇമ്പോർട്ടൻ്റ്. ആൽഫ എന്ന് പറയുന്നത് കിട്ടുന്നത് റെഡ് ഫോസ്ഫറസ് ചൂടാക്കുമ്പോഴാണ്. അത് ഒന്നുകിൽ അയാൾ മോണോക്ലിനിക് ആവാം, അല്ലെങ്കിൽ റോംബോഹൈഡ്രൽ ആവാം. ഇറ്റ് ഡസ് നോട്ട് ഓക്സിഡൈസ് ഇൻ എയർ. ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇൻ എയർ അപ് ടു 673 Kelvin. അപ്പോൾ ആൽഫ ഫോസ്ഫറസ് ഉണ്ട്, ബീറ്റ ഉണ്ട്. ആൽഫ എന്ന് പറയുന്നത് ഒന്നുകിൽ മോണോക്ലിനിക് ആവാം, അല്ലെങ്കിൽ റോംബോഹൈഡ്രൽ ആവാം. അതിൻ്റെ സ്റ്റേബിൾ ഫോം റോംബോഹൈഡ്രലാണ് കേട്ടോ, ആൽഫയുടെ. അത് ഇനി ബീറ്റ എന്ന് പറയുന്നത് ഇതാണെന്ന് എഴുതിയിട്ടില്ല. ഒപ്പേക്കായിട്ടുള്ള മോണോക്ലിനിക് അല്ലെങ്കിൽ റോംബോഹൈഡ്രലായിട്ട് ഇത് എക്സിസ്റ്റ് ചെയ്യാറുണ്ട് ബ്ലാക്ക് ഫോസ്ഫറസ്. ഇതിൻ്റെ പോയ്സണസ് നേച്ചറിനെ പറ്റി ഇതിനകത്ത് പറയുന്നില്ല, ഇല്ലല്ലോ. ഡിസോൾവ് ചെയ്യുന്ന കാര്യങ്ങളും പറ്റിയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റേ രണ്ടുമാണ് ഡിസൊല്യൂഷനെയും പോയ്സണസും ചോദിക്കാൻ സാധ്യതയുള്ളത്. റെഡ് ഫോസ്ഫറസ് നോൺ പോയ്സണസ് ആണ്, വൈറ്റ് ഫോസ്ഫറസ് പോയ്സണസ് ആണ്. റെഡ് ഫോസ്ഫറസും റെഡ് ഫോസ്ഫറസും വൈറ്റ് ഫോസ്ഫറസും ഇൻസോലുബിൾ ഇൻ വാട്ടർ. ബട്ട് വൈറ്റ് ഫോസ്ഫറസ് ഈസ് സോലുബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്, ബട്ട് റെഡ് ഫോസ്ഫറസ് ഇൻസോലുബിൾ ഇൻ കാർബൺ. ഓക്കെ, ആർക്കാണ് ഒപ്പേക് മോണോക്ലിനിക് സ്ട്രക്ചർ ഉള്ളത്? ആൽഫ സൾഫർ, ആൽഫ ബ്ലാക്ക്. ബീറ്റ ബ്ലാക്കിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഇവിടെ എഴുതിയിട്ടില്ല. ബീറ്റ ബ്ലാക്ക് ഈസ് സ്റ്റേബിൾ, ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇൻ എയർ അപ് ടു 673 Kelvin. അത്രയും കാര്യങ്ങൾ പഠിക്കണം. പോളിമറി സ്ട്രക്ചർ ഉള്ളത് ആർക്ക്? റെഡ് ഫോസ്ഫറസ്. ഡിസ്ക്രീറ്റ് P4 യൂണിറ്റ്സ് ഉള്ളത് ആർക്ക്? വൈറ്റ് ഫോസ്ഫറസ്. ഡിസ്ക്രീറ്റ് മീൻസ് സെപ്പറേറ്റ്. ഓക്കെ, സെപ്പറേറ്റ് P4 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണത് വൈറ്റ്. ഓക്കെ, and now phosphine. Phosphine is prepared by the reaction of calcium phosphide with water in diluted Cl. നോക്കൂ, കാൽഷ്യം ഫോസ്ഫൈഡ് Ca3P2 അല്ലേ? കാൽഷ്യം ഫോസ്ഫൈഡിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോസ്ഫൈൻ ഉണ്ടാവും. അതുപോലെ HCl റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഫോസ്ഫൈൻ ഉണ്ടാവും. ഇൻ ലബോറട്ടറി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ ഇൻ ഇനർട്ട് അറ്റ്മോസ്ഫിയർ ഓഫ് CO2. തൊട്ട് മുമ്പേ പഠിച്ചുള്ളൂ ഫോസ്ഫൈൻ ഉണ്ടായത്. തൊട്ട് മുമ്പേ എന്നാണ് P4നെ NaOH റിയാക്ട് ചെയ്തപ്പോൾ ഈ റിയാക്ഷൻ പഠിച്ചല്ലേടാ ഉള്ളൂ. When pure, it is non-inflammable but becomes inflammable owing to the presence of P2H4 and P4 vapors. Very, very, very important. PH3 കത്തൂല, പക്ഷേ PH3
നമ്മൾ എടുത്ത് വെച്ചാൽ ചിലപ്പോൾ കത്തിപ്പോവും. കാരണം അതിനകത്ത് P2H4 അല്ലെങ്കിൽ P4 വേപ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. ടു പ്യൂരിഫൈ it from the impurities, it is absorbed in HI to form phosphonium iodide. PH4i, NH4i, അമോണിയ iodide, ഇത് ഫോസ്ഫോണിയം iodide അതിലോട്ട് അബ്സോർബ് ചെയ്യിപ്പിക്കും. ഇത് അബ്സോർബ് ഇൻ HI അല്ലേ. ടു പ്യൂരിഫൈ ഇറ്റ് ഫ്രം ദ ഇമ്പ്യൂരിറ്റീസ് ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ HI. ഫോസ്ഫൈനെ HIയിലോട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ PH4i ആയിട്ട് മാറും. ആ PH4iയെ KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, KIയും വാട്ടറും PS3 ആയിട്ട് മാറും. ഒന്നുകൂടെ പറയാം. നമ്മൾ ഫോസ്ഫൈൻ ഉണ്ടാക്കി, ഫോസ്ഫൈനകത്ത് ഇമ്പ്യൂരിറ്റി ആയി P2H4 അല്ലെങ്കിൽ P4ൻ്റെയോ വേപ്പേഴ്സ് കാണാം. അപ്പോൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ HIയിൽ PH3 അബ്സോർബ് ചെയ്യുക. HIയിൽ PH3 അബ്സോർബ് ചെയ്താൽ ഇവിടുത്തെ H കൊണ്ട് ചേർത്ത് PH4i ആയിട്ട് മാറും. ആ PH4iയിലോട്ട് KOH ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐയും കെയും കൂടെ KI ആയിട്ട് മാറും. പിന്നെ വാട്ടർ ഉണ്ടാവും, കൂടെ PS3 ഉണ്ടാവും. അങ്ങനെ പ്യുവർ PS3യുടെ വേപ്പേഴ്സ് നമുക്ക് കിട്ടും. HIയിൽ P2H4 P4 വേപ്പേഴ്സോ അബ്സോർബ് ആവില്ല. അതുകൊണ്ടാണ് നമുക്കത് പ്യുവർ കിട്ടുന്നത്. ഓക്കെ, PS3 കളർലെസ് ആണ്. റോട്ടൺ ഫിഷ് സ്മെൽ നിങ്ങൾ മരച്ചു വെച്ചിരിക്കുക. റോട്ടൺ ഫിഷ് സ്മെൽ എന്ന് നിങ്ങളുടെ NCERT ബുക്കിൽ ഒരിടത്ത് എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ PH3യെ പറ്റി ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ എഴുതും റോട്ടൺ ഫിഷ് സ്മെൽ ഗ്യാസ് ഓൺ റിയാക്ഷൻ വിത്ത് എന്ന് വെച്ചാൽ PH3 ഓൺ റിയാക്ഷൻ എന്നാണ് മീനിങ്. ഓക്കെ, ഇറ്റ് എക്സ്പ്ലോഡ്സ് ഇൻ കോണ്ടാക്ട് വിത്ത് ട്രേസസ് ഓഫ് ഓക്സിഡൈസിങ് ഏജൻസ് ലൈക്ക് HNO3 ആറ്റോ അല്ലെങ്കിൽ Cl2 ആറ്റോ ബ്രോമിൻ വേപ്പേഴ്സോ ആറ്റൊക്കെ ഓക്സിഡൈസിങ് ഏജൻ്റെ പ്രസൻസിൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യാം. സ്ലൈറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ. PH3 in water decomposes in presence of light, giving red phosphorus and hydrogen. അപ്പോൾ PH3 ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്ത് റെഡ് ഫോസ്ഫറസും ഹൈഡ്രജനും കിട്ടാം. വെൻ അബ്സോർബ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. കോപ്പർ സൾഫേറ്റിൽ ഇപ്പോൾ എൻ്റെ വശം ഒരു റോട്ടൺ റോട്ടൺ ഫിഷിൻ്റെ സ്മെല്ലുള്ളൊരു ഗ്യാസ് ഉണ്ട്. അത് കോപ്പർ സൾഫേറ്റിൽ അബ്സോർബ് ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ട് ഏത്? ആൻസർ Cu3P2, കോപ്പർ ഫോസ്ഫൈഡ്. അതുപോലെ മെർക്കുറി ആണെങ്കിലാണ് അബ്സോർബ് ചെയ്യണമെങ്കിൽ കിട്ടുന്നത് പറയൂ. Hg3P2. അപ്പോൾ Cu3P2 Hg3P2 രണ്ട് ഇമ്പോർട്ടൻറ്റ് ആണ്. ഇതൊന്നും പിള്ളേർ വായിക്കുന്നതല്ല, അതുകൊണ്ട് പഠിച്ചു വെക്കണം. ഫോസ്ഫൈൻ ഈസ് വീക്ക്ലി ബേസിക് ലൈക്ക് അമോണിയ ഗീവ്സ് ഫോസ്ഫോണിയം കോമ്പൗണ്ട്സ് വിത്ത് ആസിഡ്സ്. വീക്ക്ലി ബേസിക് ആണ്, കാരണം NH3ക്ക് ലോൺ പെയർ ഉണ്ട്, അതുപോലെ PS3ക്കും ലോൺ പെയർ ഉണ്ട്. ഓക്കെ, the spontaneous combustion of phosphine is technically used in home signals. പണ്ട് ഈ കപ്പലിലൊക്കെ കപ്പലിൽ പോകുമ്പോൾ എന്താണ് ഓപ്പോസിറ്റൊക്കെ ദൂരയിൽ നിന്ന് കപ്പൽ വരുമ്പോൾ അവർക്ക് ട്രാക്ക് മാറി പോകാൻ വേണ്ടി അവർക്കൊരു പാത്തുണ്ട്. ആ പാത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുക എപ്പോഴും. അപ്പോൾ പാത്ത് മാറിപ്പോകാൻ വേണ്ടി സിഗ്നൽ, അതാണ് ഹോം സിഗ്നൽസ് എന്ന് വിളിക്കുന്നത്. അതിന് ഷെല്ലുകളുണ്ട്. ആ ഷെല്ലിനകത്ത് കാൽഷ്യം കാർബൈഡും കാൽഷ്യം ഫോസ്ഫൈഡും കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് ഈ കാൽഷ്യം കാർബൈഡും കാൽഷ്യം ഫോസ്ഫൈഡും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ദൂരയിൽ നിന്ന് കപ്പലൊക്കെ വരുന്നതായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷെല്ലിൻ്റെ എന്താണ് ഒന്ന് കംപ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അടപ്പുണ്ടാവും. അത് തുറന്നിട്ട് വളരെ കപ്പലിൻ്റെ മേളിൽ നിന്ന് ദൂരേക്ക് എറിയും. അങ്ങനെ ദൂരേക്ക് എറിയുമ്പോൾ കടലിൽ പോയി വീഴും, അതിനകത്ത് വെള്ളം കയറും. വെള്ളം കയറിയ കാൽഷ്യം ഫോസ്ഫൈഡ് നേരത്തെ ഫോസ്ഫീൻ ആവും, നേരത്തെ പഠിച്ച്. അതുപോലെ കാൽഷ്യം കാർബൈഡ് അസറ്റിലീൻ ആവും. അയ്യോ, കാൽഷ്യം കാർബൈഡിൽ നിന്നാണ് നമ്മൾ ഈത്താൻ നിങ്ങൾ അസറ്റിലീൻ ഉണ്ടാക്കിയത്, ഓർമ്മയുണ്ട? അത് രണ്ടും ബേൺ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ത്രോൺ ഇൻ ദ സീ വെൻ ദ ഗ്യാസസ് ഇവോൾഡ്. കാൽഷ്യം ഫോസ്ഫൈഡ് നിന്ന് ഫോസ്ഫൈൻ ഉണ്ടാവും, മറ്റേതുണ്ടാവും. ഇതെല്ലാം കൂടെ ബേൺ ചെയ്യും. ഫോസ്ഫൈൻ ബേൺ ചെയ്യത്തില്ല, പക്ഷെ അവിടെ മറ്റേ ആരുണ്ടെങ്കിൽ P2H4 ഫോസ്ഫറസിൻ്റെ വേപ്പേഴ്സ് ഉണ്ടെങ്കിലാണ് അത് ബേൺ ചെയ്യുക. അതുകൊണ്ട് അത് സിഗ്നലായിട്ട് ഉപയോഗിക്കാം. മനസ്സിലായോ? അതുപോലെ സ്മോക്ക് സ്ക്രീൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പണ്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വാർഫെയർ, യുദ്ധം നടക്കുമ്പോഴത്തേക്കും ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഷെല്ലിട്ട് പൊട്ടിക്കും. അപ്പോൾ ആ ഒരു പുകയുടെ സ്ക്രീനായിരിക്കും ഉണ്ടാവുക. പിന്നെ പുകയൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, in what way we can prove that PS3 is basic in nature? HI3 ആയിട്ട് PH4i ഉണ്ടായി. അതിൻ്റെ മീനിങ് ഇയാൾ എന്താണ്, PH3 ഒരു ലോൺ പെയറിനെ കൊടുത്തിട്ടാണ് H+ എടുത്തത്. മനസ്സിലായ? ബോണ്ട് ആംഗിൾ ഇൻ PH4+ ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ PS3y.
pH4+, അത് അമോണിയം അയോണാണ്, അത് ടെട്രാഹീഡ്രലാണ്. ടെട്രാഹീഡ്രലാണെങ്കിൽ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. pH3 ലോൺ പെയർ ഇരിക്കുന്നതുകൊണ്ട് ബോണ്ട് ആംഗിൾ കുറവായിരിക്കും. pH4-ൽ ഫോസ്ഫറസ് 4 ഹൈഡ്രജൻ ടെട്രാഹീഡ്രലായിട്ട് ഇരിക്കുന്നു. അപ്പം നാലും ബോണ്ട് പെയറാണ്. pH3-ൽ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ്. ആ ലോൺ പെയറിൻ്റെ പ്രസൻസ് കാരണം ബോണ്ട് ആംഗിൾ കുറയും. അടുത്തത്, വാട്ട് ഹാപ്പൻസ് വെൻ വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റ് NaOH സൊല്യൂഷൻ ഇൻ അറ്റ്മോസ്ഫിയർ CO2? വൈറ്റ് ഫോസ്ഫറസിനെ NaOHൻ്റെ സൊല്യൂഷനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? സാർ, ഫോസ്ഫൈനും കിട്ടും, NaH2PO2 കിട്ടും. ശരിയല്ലേ? അടുത്തതിന് PCl3-ഉം PCl5-ഉം വായിച്ചായിരുന്നല്ല. അടുത്തിനി എന്താ? ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ് അല്ലേ? അതും കൂടെ ഉള്ളൂ. ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഈ ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ ഈസി ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാം. ഒന്ന്, എന്തായാലും അതിനകത്തൊരു P ഡബിൾ ബോണ്ടോ കാണും, ഒരു OHും കാണും. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. ഒരു P ഡബിൾ ബോണ്ടോയും OHും. ഇതില്ലാത്ത ഓക്സോ ആസിഡ് ഇല്ല. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിയേ, ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്. അതിൻ്റെ മറ്റേ പേരെന്താ? അകത്തുള്ള പേര് മസാരും പഠിക്കണേ, എക്സാം ചോദിച്ചു കളയും. H3PO2. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ബോഡി നോക്ക്. H3PO2, Pയും ഡബിൾ ബോണ്ടോയും OHും. അപ്പോൾ എന്താ പ്രത്യേകത? P ഉപയോഗിച്ച് 2 OU ഉപയോഗിച്ചു, ശരിയല്ലേ? ഇനി 2 H ബാക്കിയുണ്ട്. അപ്പോൾ 1 H ഇവിടെ, 1 H ഇവിടെ, ടെട്രാഹൈഡ്രലേറ്റ് എഴുതി. ഓക്കെ. Pയും Hും തമ്മിൽ ഫോസ്ഫറസിൻ്റെത് 2.5ഉം ഹൈഡ്രജൻ്റെത് 2.1ഉം ആണ്. ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് കുറവാണ്, അതുകൊണ്ട് ലെസ് പോളറാണ്. ഈ ബോണ്ടും പൊട്ടൂല. OH ബോണ്ട് പോളറാ, അത് വെള്ളത്തിയിട്ടാൽ പൊട്ടു. അതുകൊണ്ട് ഇയാൾ 1 H+ കൊടുക്കും. അതുകൊണ്ട് ഇയാൾ മോണോബേസിക്കാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇയാൾ 1 H+ കൊടുക്കും. എത്ര pH ഉണ്ട്? 2. pH ബോണ്ട് പൊട്ടാനുള്ള അനുകൂല സാഹചര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് ആ ഹൈഡ്രജൻ അങ്ങോട്ട് കിട്ടും. ഹൈഡ്രജൻ കിട്ടിയാൽ ഇയാൾ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇയാൾക്ക് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇയാൾ മോണോബേസിക് ആസിഡാണ്. ഇയാൾക്ക് 2 pH ബോണ്ടുകളുണ്ട്, ഒരു OH ഉണ്ട്, ഒരു P ഡബിൾ ബോണ്ടുണ്ട്. അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഒരു POH, 2 pH, ഒരു P ഡബിൾ ബോണ്ടോ കണ്ടു കാണും. പ്രിപ്പറേഷൻ വൈറ്റ് ഫോസ്ഫറസ് പ്ലസ് ആൽക്കലി. ഓക്കെ. അടുത്ത ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് H3PO3. അപ്പം നമുക്കറിയാം ഉറപ്പായിട്ടും P ഡബിൾ ബോണ്ടോ ഉണ്ട്, പിന്നെ OHും ഉണ്ട്. അപ്പോൾ ഫോമുല എന്താണ്? H3PO3 എന്നല്ലേ? അപ്പോൾ ഇനി അതിനകത്ത് എന്ത് ബാക്കിയുണ്ട്? ഒരു ഓക്സിജൻ ബാക്കിയില്ലേടാ? അതായത് 3 ഓക്സിജൻ ഉണ്ട്, അതിൽ 2 ഓക്സിജനായി. ഇനി ഓക്സിജൻ ബാക്കി ഉണ്ടെങ്കിൽ അതിനെ OH ആക്കി എഴുതിക്കൊള്ളണം. ഓക്സിജൻ ബാക്കി ഉണ്ടെങ്കിൽ H3PO3-ലെ 3 ഓക്സിജനും ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി 2 H ആയുള്ളൂ, അപ്പോൾ 1 H ബാക്കിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് pH ഉണ്ടല്ലോ? ഉണ്ട്. POH ഉണ്ടല്ലോ? എത്ര എണ്ണം ഉണ്ട്? POH 2 എണ്ണം. POH 2 എണ്ണം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ബേസിക് ക്യാരക്ടർ 2, ബേസിസിറ്റി 2. മനസ്സിലായോ? എൻ്റെ ബേസിസിറ്റിയാണ് ചോദിക്കുക. 2. ഇയാൾക്ക് റെഡ്യൂസിങ് പവർ ഉണ്ടാ? pH ബോണ്ട് ഉണ്ടെങ്കിൽ റെഡ്യൂസിങ് പവർ ഉണ്ട്, കേട്ടാ? pH ബോണ്ട് ഉണ്ടെങ്കിൽ റെഡ്യൂസിങ് പവർ ഉണ്ട്. ഓക്കെ. അടുത്തത് H3PO4. അങ്ങ് 4-മതോ അല്ല 5-മാണ് H3PO4. P ഡബിൾ ബോണ്ട് OH, ഇതാണ് H3PO4. ഇത് OH ആയി, അടുത്ത് ഇത് OH ആയി, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇയാൾക്ക് റെഡ്യൂസിങ് പവർ ഇല്ല. ഇമ്പോർട്ടൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റെഡ്യൂസിങ് ചോദിക്കും. റെഡ്യൂസിങ് പവർ ഇല്ലാത്തതിന് pH ഇല്ലാത്തതാണ് റെഡ്യൂസിങ് പവർ ഇല്ലാത്തത്. ഓക്കെ. 3 OH ഉണ്ട്, അപ്പോൾ 3 H+ കൊടുക്കാൻ പറ്റും. ഇയാളുടെ ബേസിറ്റി 3. ഓക്കെ. അടുത്ത് ആ H3PO4-ൻ്റെ തൊട്ട് താഴെ H4P2 ഓസോൺ ഉണ്ട്, കണ്ടല്ല? അത് നോക്കിയോ? P ഡബിൾ ബോണ്ട് OH
O, P double bond O, OH, OH. കൗണ്ട് ചെയ്താണ് 4 ഹൈഡ്രജൻ H4. ശരിയാണേ. 2 ഫോസ്ഫറസ് P4 അല്ല P2. എത്ര ഓക്സിജൻ? 1 2 3 4 5 6 O, 7 H4P2 ഓസോനായ POP ലിങ്കേജ് ഉള്ള ആസിഡ്, ആസിഡ് ചോദിക്കും. POP ലിങ്കേജ് ഉള്ള ആസിഡ് ആരാണ്? H4P2 ഓസോൻ. H4P2 ഓസോൻ. ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നറിയാമോ? ഞാൻ ഒരു ഓർഡറിൽ അത് പറയണം. നമ്മൾ നോക്കിയാണ് ഇത് അടുത്തത് OH ആയി, അടുത്തത് OH ആയി. ശരിയാണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇതിൻ്റെ 2 എടുത്ത് എന്നിട്ട് ഇവിടുത്തെ OH അപ്പുറത്തേച്ചും കൂടെ വാട്ടറായിട്ട് കളഞ്ഞിട്ട് ബാക്കി ചേർത്ത് എഴുതി. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ മനസ്സിലായ നിങ്ങൾക്ക്? ഇയാൾക്ക് റെഡ്യൂസിങ് പവർ ഉണ്ടോ? ഇല്ല. അതെന്ത്? pH ഇല്ല. ഇവിടെ എല്ലാം POH അല്ലേ? മനസ്സിലായ എന്തോ എല്ലാവർക്കും? ഇനി H4P2O6 ഉണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ? നോക്ക്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ് തീർന്ന്. ഈ O അങ്ങ് മാറ്റി കളഞ്ഞാൽ മതി. അപ്പൊ എന്ത് കിട്ടും? P ഡബിൾ ബോണ്ട് O, OH, OH, ഇവിടെ P ഡബിൾ ബോണ്ട് O, OH, OH. ഇതിൽ ഏത് ലിങ്കേജ് ഉണ്ട്? PP. മനസ്സിലായ? അപ്പോൾ അതിനകത്ത് PP, ഇതിനകത്ത് POP. ഓക്കെ. ഇനി ഏതൊക്കെയാണ് ഞാൻ പറയാത്തത്? H2 അല്ല H4, P2O5 അല്ലേ അടുത്ത് പറയാനുള്ളത്? H4P2O5. അതൊന്നുമില്ല. H3PO3 ഡബിൾ എടുക്കണം. H3PO3 ഡബിൾ. അതിൻ്റെ ഡബിൾ പറ. P ഡബിൾ ബോണ്ട് O, OH, ഇവിടെ H അല്ലേടേ? ഈ OH അപ്പുറത്തേക്ക് ഇവിടെ വാട്ടറായിട്ട് പോകും. അടുത്ത് O, ഇവിടെ P ഡബിൾ ബോണ്ട് O, OH, H. അപ്പം നോക്കിയാണ് ഏത് ലിങ്കേജ് ഉണ്ട്? POP ലിങ്കേജ് ഉണ്ട്. റെഡ്യൂസിങ് പവർ ഉണ്ടാ? ഉണ്ട്. 2 pH ഇടായി റെഡ്യൂസിങ് പവർ ഉണ്ട്. അപ്പോൾ H4P2O5 റെഡ്യൂസിങ് പവർ ഉണ്ട്. H4P2O6 റെഡ്യൂസിങ് പവർ ഇല്ല. H4P2O7 റെഡ്യൂസിങ് പവർ ഇല്ല. H3PO2 റെഡ്യൂസിങ് പവർ ഉണ്ട്. ഇയാൾക്ക് റെഡ്യൂസിങ് പവർ ഉണ്ട്, അയാൾക്ക് റെഡ്യൂസിങ് പവർ ഉണ്ട്. മനസ്സിലായല്ല? ഏറ്റവും ലാസ്റ്റ് വൺ HPO3 N ടൈംസ് അല്ലേടേ? മെറ്റാഫോസ്ഫോറിക് ആസിഡ്. അത് ഇങ്ങോട്ട് നോക്കിയാണ് P ഡബിൾ ബോണ്ട് O, OH ഉറപ്പായിട്ടും കാണും. ഓക്കെ. ഇനി അതുപോലെ അതിൻ്റെതാണ് HPO3 ആണ്. HPO3 എന്നല്ലേ വരുന്നത്? അപ്പോൾ അത് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനങ്ങോട്ട് കളഞ്ഞിട്ട് അടുത്ത മോളിക്യൂൾ എഴുതും. അപ്പോൾ എന്താണ്? P ഡബിൾ ബോണ്ട് O, OH, അടുത്ത് പിന്നെ O. അങ്ങനെ നമുക്ക് ചെയിനായിട്ടും റിംഗ് ആയിട്ടും എഴുതാൻ പറ്റും. ഓക്കെ. അപ്പുറത്തെ പേജ് നോക്കിയാണ് ഒരു റിംഗ് വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടല്ല? ഉണ്ട്. ഒരു റിംഗ് വരച്ചിട്ടുണ്ട്. നോക്കിയാണ് അപ്പുറത്തെ പേജിനകത്ത് സൈക്ലോ ട്രൈ മെറ്റാഫോസ്ഫോറിക് ആസിഡ് കണ്ട HPO3 ത്രൈസ് വരച്ചിട്ടുണ്ട്. അതിൽ P ഡബിൾ ബോണ്ട് Oയും POH ഉണ്ടല്ല? അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫർ എടുത്താൽ ഇൻ എവറി സ്ട്രക്ചർ there must be P ഡബിൾ ബോണ്ട് O ആൻഡ് POH. അത് ഉറപ്പായിട്ടും കാണും. ആ ഐഡിയയും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ പറ്റും. അത് HPO3 N ടൈംസും വരച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് അതും വരച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ. വരച്ചിട്ടുള്ളത് കൊണ്ട് നോക്ക്. H3PO4 അവിടെ pH ഇല്ല, അപ്പം റെഡ്യൂസിങ് പവർ ഇല്ല. അടുത്ത H4P2O7 അവിടെ pH ഇല്ല, POP ഉണ്ടെന്ന് മനസ്സിലായി. H3PO3 pH ഉണ്ട്, റെഡ്യൂസിങ് ആണ്. ഹൈപ്പോഫോസ്ഫറസ് ആസിഡിനകത്ത് 2 pH ഉണ്ട്, റെഡ്യൂസിങ് ആണ്. അടുത്ത H2P2O5നകത്ത് pH ഇല്ല, അപ്പോൾ റെഡ്യൂസിങ് പവർ ഇല്ല. മനസ്സിലായാ? അതുപോലെ സൈക്ലിക്കിലും ചെയിൻ ആണെങ്കിലും അവിടെ pH ഇല്ല, റെഡ്യൂസിങ് പവർ ഇല്ല. ഓക്കെ ആണോ? ടാബുലാർ കോളത്തിന് താഴെ വാ. The compositions of the oxo acids are interrelated in terms of loss or gain of H2O molecule or oxygen atom. എന്ന് പറഞ്ഞാൽ പരസ്പരം വാട്ടർ നഷ്ടപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഓക്സിജൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടോ ഈ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുമെന്ന്. അതാണ് ഞാനിപ്പോൾ വരച്ച് കാണിച്ചിരുന്നത്. അടുത്ത് ഓരോന്നിനകത്തും ടെട്രാഹീഡ്രലാണ്. P ഡബിൾ ബോണ്ടോയും POH ഉണ്ടാവുമെന്ന് എഴുതിയിട്ടുണ്ട്.
ഇനി ഓക്സോ ആസിഡ്സ് ഇൻ വിച്ച് ഫോസ്ഫറസ് ഹാസ് ലോവർ ഓക്സിജൻ +5 കണ്ടെയ്ൻ ഇൻ അഡീഷൻ ടു പി ഡബിൾ ബോണ്ട് ആൻഡ് പി ഒ എച്ച് ഐദർ പി പി ഒ അല്ലെങ്കിൽ പി എച്ച് ഒ കാണും അല്ലേ? രണ്ടും ഒരുമിച്ച് വരുന്നില്ല. പി പിയും പി എച്ച് ഒരുമിച്ച് വരുന്നില്ലല്ലോ. എവിടെ പി പി? ഇവിടെയല്ലേ പി പി ഉള്ളത്, അതിൽ പി എച്ച് ഇല്ല. ഓക്കെ, അതുപോലെ ദ ആസിഡ്സ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ് ടെൻഡ് ടു ഡിസ്പ്രപ്പോർഷനേറ്റ്. അത് നിങ്ങൾക്കറിയാം. ഫോസ്ഫറസിൻ്റെ +1 മുതൽ +4 ഇടയ്ക്കുള്ളതാണെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് ഓൺ ഹീറ്റിംഗ് അത് പഠിച്ചോളണം. H3PO3 ഡിസ്പ്രപ്പോർഷനേറ്റ് കഴിഞ്ഞാൽ H3PO4 കിട്ടും, PS3 കിട്ടും. H3PO3ക്കകത്ത് ഫോസ്ഫറസ് +3 ആ, H3PO4 അത് ഫോസ്ഫറസ് +5 മറ്റടുത്ത് -3. അപ്പോൾ +3 +5 ആയിട്ട് കൂടി -3 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പുറത്തെ പേജിൽ ദ ആസിഡ്സ് വിച്ച് കണ്ടെയ്ൻ pH ബോണ്ട് ഹാവ് സ്ട്രോങ് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് ഗുഡ് റെഡ്യൂസിങ് ഏജന്റാണ്. 2 pH ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻ 2 pH ബോണ്ട് ആൻഡ് റെഡ്യൂസസ്. ഫോർ എക്സാമ്പിൾ AgNO3 റെഡ്യൂസ് ചെയ്ത് AG ആക്കി മാറ്റാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ്. pH ബോണ്ട് നോൺ അയണൈസബിൾ ആണ്. pH ബോണ്ട് പൊട്ടിയിട്ട് H+ പോകത്തില്ല. ആൻഡ് ഡു നോട്ട് പ്ലേ എനി റോൾ ഇൻ ബേസിസിറ്റി. അത് ഞാൻ പഠിപ്പിച്ചു തന്നു. POH ബോണ്ടേ പൊട്ടുള്ളൂ, ശരിയല്ലടാ? അതാണ് അയണൈസബിൾ. അതുകൊണ്ട് H3PO3യുടെ ബേസിസിറ്റി 1ഉം പിന്നെ H3PO4 ഡൈ, H3PO3 ഡൈയും മറ്റത് ട്രൈയും ആണ്. ഓക്കെ, ഇനി ആസ് എ സ്ട്രക്ചർ ഓക്കെ അത് എഴുതിയിട്ടുണ്ട്. ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദ റെഡ്യൂസിങ് ബിഹേവിയർ ഓഫ് H3PO2 ഓൺ ദ ബേസ് ഓഫ് എ സ്ട്രക്ചർ? അതിൽ 2 pH ഉണ്ട്, അതുകൊണ്ട് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. വാട്ട് ഈസ് ദ ബേസിസിറ്റി ഓഫ് H3PO4? 3, കാരണം 3 OH ഉണ്ട്. വാട്ട് ഹാപ്പൻസ് വെൻ H3PO2 is heated? ഡിസ്പ്രപ്പോർഷനേഷൻ. എന്നിട്ട് എന്ത് കിട്ടും? H3PO4 കിട്ടും, PH3 കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രൂപ്പ് 15 വലിയ ചാപ്റ്റർ, വലിയൊരു ടോപ്പിക്കാണത്. നിങ്ങൾ പഠിക്കണം. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈഡേ ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേ. നമ്മളെന്തായാലും ഇന്നും നാളെയും മറ്റന്നാളും കൊണ്ട് പി ബ്ലോക്ക് ഫിനിഷ് ചെയ്യും എന്തായാലും. അപ്പോൾ എന്താണ് ഇന്നിനിപ്പോൾ ഞാനിപ്പോൾ 5 o'clock അല്ലേ, 5:10 ഞാനിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോയിട്ട് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ഒരു 6:30ക്ക് മുമ്പായി ഞാൻ തിരിച്ചു വരും. എന്നിട്ട് 6:30ക്ക് വന്നാൽ നമുക്കൊരു 7:30 വരെ ഗ്രൂപ്പ് 16 നോക്കാം, മാക്സിമം 8 വരെ. അതിവിടെ ചെയ്ത് കഴിഞ്ഞാലേ ഗ്രൂപ്പ് 16 ആണ് വലുതുള്ളത്. 17 ഒക്കെ 1 മണിക്കൂർ കൊണ്ട് തീരും. 16 ഇന്ന് വെച്ചാൽ നാളെ ചിലപ്പോൾ 17ഉം 18 തീർന്നിരിക്കും. ശരി, അപ്പോൾ പോയിട്ട് വരാമേ. ഓക്കെ, പുതിയ ലിങ്ക് ആയിരിക്കും, ഞാൻ ലിങ്ക് അയക്കാം.